അപ്പോൾ നമ്മൾ ഇന്ന് ഇവിടെ ചെയ്യാൻ പോകുന്നത് ഇന്ത്യൻ ആൽമണ്ടിന്റെ ജ്യൂസ് അല്ലെങ്കിൽ ഇന്ത്യൻ ആൽമണ്ടിന്റെ ബ്രൗൺ വാട്ടർ എങ്ങനെ ഉണ്ടാക്കാമെന്നാണ്. അതിനായി ഞാൻ ഇവിടെ ഒരു പാത്രത്തിൽ വെള്ളം എടുത്തു. ഇത് നല്ല ഉണങ്ങിയ ആൽമണ്ടിന്റെ ഇലയാണ്. അത് നമ്മൾ കുറച്ച് കളക്ട് ചെയ്തിട്ടുണ്ട്. ഇത് ഈ പാത്രത്തിലേക്ക് വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം. അത് ചെറിയ പീസായി ഇട്ട് കൊടുത്താലും കുഴപ്പമില്ല. ഇത് നമ്മൾ ഈ ബീറ്റ ഫിഷ് അതുപോലെ ഗപ്പീനെയൊക്കെ വളർത്തുന്നവർക്ക് വളരെ ഉപകാരം ചെയ്യുന്ന ഒരു ലിക്വിഡാണ്. ടാങ്കിൽ നമ്മൾ ഈ ലിക്വിഡ് ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ മീനുകൾക്ക് ഉണ്ടാകുന്ന ഫംഗസ് പോലുള്ള രോഗങ്ങളിൽ നിന്ന് നമുക്ക് അവരെ തടയാൻ കഴിയും. അതുപോലെ തന്നെ നല്ല ആരോഗ്യമുള്ള ഫിഷിനെ നമുക്ക് കിട്ടും. അതിനായി ഞാൻ ഈ പാത്രത്തിലേക്ക് അത്യാവശ്യം ഇല ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ചൂടാക്കി എടുക്കാം. ഇപ്പൊ നമ്മുടെ വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കി നന്നായി തിളപ്പിക്കുക. നന്നായി തിളപ്പിച്ചതിന് ശേഷം ഒരു വെള്ളത്തിനൊക്കെ ഒരു ബ്രൗൺ കളർ വന്നിട്ടുണ്ടാവും. നിങ്ങൾക്ക് കാണാൻ കഴിയും. നല്ല ബ്രൗൺ കളറിൽ വെള്ളം മാറിയിട്ടുണ്ട്. ഇനി നമുക്കിത് ചൂടാറാനായിട്ട് ഒരു പാത്രത്തിൽ വെയിറ്റ് ചെയ്യുക. ചൂടാറിയതിന് ശേഷം നന്നായി കഴുകി വൃത്തിയാക്കിയ ഒരു കുപ്പിയിലേക്ക് ഇത് ഫിൽട്ടർ ചെയ്ത് ഒഴിച്ച് നമുക്ക് സൂക്ഷിക്കാവുന്നതാണ്. അതിനുശേഷം നമുക്ക് മീനുകളെ വെള്ളം മാറ്റുന്ന സമയത്ത് ഇത് അതിൻ്റെ കൂടെ മറ്റേ സാധാ വെള്ളത്തിന്റെ നോർമൽ വെള്ളത്തിന്റെ കൂടെ ഇതും നമുക്ക് കുറേശ്ശെ ഒഴിച്ചു കൊടുത്ത് മീനുകളെ വളർത്താവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും 2 ബീറ്റ ഫിഷിനെ ഞാൻ ഈ ലിക്വിഡ് മിക്സ് ചെയ്ത ജാറിൽ ഇട്ടിട്ടുണ്ട്. നമുക്കിനി പുതിയതായി ഒരു ഫിഷിനെയും കൂടി നമുക്ക് ജാറിലേക്ക് ഇടാം. അതിനായി ഞാൻ ഒരു ജാറിൽ പ്ലെയിൻ വാട്ടർ ഇട്ടിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് നമ്മൾ ഉണ്ടാക്കിയ ലിക്വിഡ് മിക്സ് ചെയ്തു. ഇനി നമുക്ക് ഇതിലേക്ക് ഫിഷിനെ പിടിച്ചിടാം. ഇങ്ങനെ ചെയ്തതുകൊണ്ട് നമുക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ള ബീറ്റ ഫിഷിനെ നമുക്ക് വളർത്തിയെടുക്കാൻ കഴിയും. നിങ്ങളും ഇതൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അതുപോലെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്.